വർത്തമാനകാലത്ത് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് ഭൂമി. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ അളവിലും അതിർത്തികളിലും കൃത്യതയുണ്ടാകുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിനും കൈവശം നിർണ്ണയിക്കുന്നതിനും സർക്കാർ ഉടമസ്ഥതയിലുള്ളത് കണ്ടെത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് അതിനുള്ള പ്രധാന ഉപാധി. മുഴുവൻ ഭൂമിയും അളന്ന ഭൂരേഖകൾ കൃത്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ റീസർവേ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ ആരംഭിച്ചുവെങ്കിലും പല കാരണങ്ങളാൽ പൂർത്തീകരിക്കാനായില്ല. ഐക്യ കേരളത്തിനു മുൻപ് 1926-1934 കാലയളവിലാണ് മലബാർ മേഖലയിലെ അളവും നിർണയവും നടന്നത്. 1886-1911 കാലത്ത് തിരുവിതാംകൂർ സംസ്ഥാനത്തെ തീർപ്പാക്കൽ പദ്ധതി പൂർത്തീകരിച്ചു. കൊച്ചിയിലാകട്ടെ 1905-നും 1909-നും ഇടയിലും. ഈ പ്രദേശങ്ങളോട് കാസർഗോഡ് മേഖല കൂട്ടിച്ചേർത്താണ് 1956 കേരളം രൂപീകരിച്ചത്. അതിനാൽ തന്നെ ഓരോ പ്രദേശങ്ങൾക്കും വ്യത്യസ്തങ്ങളായ സർവേയും തീർപ്പാക്കൽ രീതിയുമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇതിനിടയിൽ ഭൂഘടനയിലും ഉടമസ്ഥതയിലും മാറ്റം വരികയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് 1964 സംസ്ഥാനത്ത് റീസർവേ പ്രവർത്തനം ആരംഭിച്ചത്. കുറഞ്ഞ കാലപരിധി കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് നിശ്ചയിച്ചാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെങ്കിലും പല കാരണങ്ങളാൽ നീണ്ടുപോയി. മനുഷ്യവിഭവശേഷിയുടെ കുറവ്, ഭൂബന്ധങ്ങളിൽ മാറ്റമുണ്ടായതിനാൽ സംഭവിച്ച തുണ്ടുവൽക്കരണം, അത് സൃഷ്ടിച്ച സങ്കീർണതകൾ, ഉടമസ്ഥത നിർണ്ണയിക്കുന്നതിൽ വന്ന കാലതാമസം എന്നിവയെല്ലാം ഇതിനുള്ള കാരണങ്ങളായി. അതിർത്തി നിർണയവും ഭൂരേഖകളുടെയും അളവിന്റെയും കൃത്യതയും ഉടമസ്ഥതാ നിർണയവും അനിവാര്യമാണെന്നതിനാൽ ഇടത് സർക്കാരുകളുടെ കാലത്ത് റീസർവേ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്ന ലക്ഷ്യത്തോടെയുള്ള നടപടികൾക്ക് വേഗമുണ്ടായി. ഈ രംഗത്ത് കണ്ടെത്തിയ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ആവിഷ്കരിച്ചത്. 2006 LDF സർക്കാരിന്റെ കാലത്ത് അന്ന് ലഭ്യമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് റീസർവേ വേഗത്തിലാക്കുന്നതിന് നടപടികളുണ്ടായി. എന്നാൽ ഇടയ്ക്കിടയ്ക്കെത്തിയ UDF സർക്കാരുകളുടെ കാലത്തെ അനാസ്ഥയും അനിശ്ചിതത്വവും കാരണം 1964 ആരംഭിച്ച റീസർവേ പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കാനായില്ല. ഈ സാഹചര്യത്തിലാണ് 2016 തുടർച്ചയായി 2021 അധികാരത്തിലെത്തിയ LDF സർക്കാരിലെ റവന്യൂ സർവേ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സമയബന്ധിതമായി ഡിജിറ്റൽ സാങ്കേതികത കൂടി ആശ്രയിച്ച് സർവേ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയത്. സംസ്ഥാനത്താകെയുള്ള 1666 116 വില്ലേജുകളാണ് ഡിജിറ്റലായി നേരത്തെ റീസർവേ പൂർത്തിയാക്കിയത്. അവശേഷിക്കുന്ന 1550 വില്ലേജുകളിലെ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ 4 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുന്നതിനുള്ള ബൃഹത് പദ്ധതിക്കാണ് മുൻ സർക്കാർ രൂപം നൽകിയത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നീ പ്രഖ്യാപിത ലക്ഷ്യത്തോടെയുള്ള ഈ പദ്ധതിക്കായി 858.42 കോടി രൂപ അനുവദിക്കുകയും 2022 നവംബർ 1 തുടക്കം കുറിക്കുകയും ചെയ്തു. ആദ്യ 3 വർഷങ്ങളിൽ 400 വീതം, 4ാം വർഷം 350 വില്ലേജുകൾ ഉൾപ്പെടെ പൂർത്തീകരണ ലക്ഷ്യവും നിർണയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിലെ കണക്കുപ്രകാരം റീസർവേ പൂർത്തിയാക്കി 238 വില്ലേജുകളുടെ നിയമമനുസരിച്ചിട്ടുള്ള 9.2, 123 വില്ലേജുകളുടെ 13 പ്രകാരമുള്ള വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിച്ചു. 9.19 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ അളവാണ് പൂർത്തിയാക്കിയത്. മതിയായ ജീവനക്കാരുടെ അഭാവം കാരണം താൽക്കാലികക്കാരെ നിയമിച്ചും മറ്റുമാണ് ഡിജിറ്റൽ സർവേ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലേറിയ UDF സർക്കാർ മുൻകാലത്തേതുപോലെ സർവേ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് 3000-ലധികം താൽക്കാലിക ജീവനക്കാരുടെ സേവനം അവസാനിപ്പിക്കുന്നതിനുള്ള തീരുമാനം. നിലവിലുണ്ടായിരുന്നവർക്ക് പുറമെ 1338 സർവേയർമാരെയും 1967 സഹായികളെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടപടിക്രമങ്ങൾ പാലിച്ച് നിയമിച്ചതാണ്. ആധുനിക സർവേ ഉപകരണങ്ങളിൽ പരിശീലനവും നൽകി. സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കണമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ നിയമനം. അവരെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒഴിവാക്കിയിരിക്കുന്നത്. ജനങ്ങളുടെ അഭിലാഷ വിരുദ്ധമായി UDF സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനത്തിന്റെ ഗുണഭോക്താക്കൾ ഭൂമാഫിയയും ഇടനിലക്കാരും സ്വകാര്യ സംരംഭകരുമായിരിക്കുമെന്നതിൽ സംശയമില്ല. UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ ചിലയിടങ്ങളിൽ കയ്യേറ്റവും ഭൂമാഫിയ പ്രവർത്തനങ്ങളും പുനരാരംഭിച്ചിരിക്കുന്നുവെന്ന വാർത്തകളും ഇതിനോട് കൂട്ടി വായിക്കണം. 1964 ആരംഭിച്ച 58 വർഷം പിന്നിട്ടപ്പോഴും എങ്ങുമെത്താത്തതിനാലായിരുന്നു അധിക ജീവനക്കാരെ താൽക്കാലികമായി നിയമിച്ചത്. ഭൂമിയുടെ കൃത്യമായ അളവും ഉടമസ്ഥതാ നിർണയവും എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ്. വളരെ വേഗം ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്നതിന് കാത്തിരിക്കുകയായിരുന്നു അവരെല്ലാം. അതുകൊണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം.